എല്ലാവർക്കും മാംസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചോറിന്റെ കൂടെ ഒരു സൈഡ് ഡിഷ് ആയിട്ട് അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇന്ന് ഞാൻ ഇവിടെ പച്ചക്കറി കൊണ്ട് കുറച്ച് അവിയൽ ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പൊ എന്തൊക്കെ പച്ചക്കറിയാണെന്ന് നമുക്ക് നോക്കട്ടെ. ഇത് വഴുതനങ്ങ, ഇത് തണ്ണിമത്തന്റെ തോല് കളഞ്ഞിട്ട് അടിയിലത്തെ തോല് കളഞ്ഞിട്ട് എടുത്തിട്ടുള്ളതാണ്. പിന്നെ 4 പച്ചമുളക്, അര സവാള, പിന്നെ ഉരുളക്കിഴങ്ങ്, 2 വെണ്ടക്കായ ചെറുത്, ഇത് ലാസ്റ്റ് ഇടുള്ളൂ. പിന്നെ മാങ്ങ, ഇതും ലാസ്റ്റ് ഇടുള്ളൂ കേട്ടോ. പിന്നെ കൊത്തമ്പര, പിന്നെ കായ, ക്യാരറ്റ്, ഇത്രയേ ഉള്ളൂ പച്ചക്കറികൾ. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് അവിയലുണ്ടാക്കാം. നമുക്ക് പാത്രത്തിലേക്ക് പാർക്കാം. ഒരു ടീസ്പൂൺ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കണ്ടേ. അതിനുശേഷം നമുക്ക് ഈ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് ചെറിയ ടീസ്പൂൺ ഉണ്ട്, 1/2 ടീസ്പൂൺ ഉണ്ട്. വേണമെങ്കിൽ നോക്കിയിട്ട് പിന്നെ ഇടാം നമുക്ക്. കാൽ ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുള്ളൂ. പിന്നെ നോക്കിയിട്ടിടാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി. അപ്പോൾ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, അടിയിൽ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാം. ഇതിലേക്ക് നമുക്കൊരു 2 കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് നമുക്ക് അവിയലിലേക്ക് വേണ്ട തേങ്ങ, ഇത് ഞാൻ കൊപ്പറയാണ്, അധികം ഉണങ്ങിയിട്ടില്ല തേങ്ങ. പിന്നെ 1 ടീസ്പൂൺ ചെറിയ ജീരകം, ചെറിയ ടീസ്പൂൺ കൊണ്ട് 1 ടീസ്പൂൺ. പിന്നെ വെളുത്തുള്ളി നമ്മുടെ ആവശ്യത്തിന് എടുക്കുക. ഞാനിവിടെ 8 എണ്ണം എടുത്തിട്ടുണ്ട്, 8 അല്ലി എടുത്തിട്ടുണ്ട്, അത്ര മതി. ഇത് നമുക്ക് ചതച്ചെടുത്തിട്ട് വരാം. അരയ്ക്കണ്ട, നല്ലോണം അരഞ്ഞു കൊണ്ട, ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. വെള്ളം നമുക്ക് അധികം ഒഴിക്കണ്ട കേട്ടോ, ഒന്ന് വെന്ത് കിട്ടാൻ മതി. ഇതുകൊണ്ട് ഒരു 1.5 കയ്യിൽ വെള്ളം. കഷ്ണങ്ങളൊക്കെ വെന്തിട്ടുണ്ട്. ഈ വഴുതനയ്ക്ക് ഉള്ള കാരണം നമുക്ക് അധികം വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല. അപ്പൊ നോക്കി വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മുടെ ഇതുപോലെ ചതച്ചെടുത്താൽ മതി. ഇങ്ങനെ അധികം അറിയാതെ കണ്ട, ഇതേപോലെ എടുത്താൽ മതി. അധികം അരയ്ക്കണ്ട, ചതച്ചെടുക്കാൻ മതി. നമ്മൾ ചമ്മന്തിയൊക്കെ അരയ്ക്കുള്ളൂ ആ ലെവലില്. ഇത് നമുക്ക് ഈ എണ്ണയിലിട്ടിട്ട് ഒന്ന് മുരിച്ചെടുക്കാം. കറിവേപ്പിലേക്ക് അങ്ങനെ ഇളക്കി കൊടുക്കാം. ഒന്ന് ആ പച്ചപ്പ് ഇടണ വരെ ഇളക്കി കൊടുക്കാം. നമുക്ക് ഈ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം, വേവിച്ചു. എനിക്ക് നമ്മുടെ വെണ്ടക്കായി മാങ്ങ ഇട്ട് കൊടുക്കട്ടോ. മാങ്ങ മുമ്പ് ഇടാഞ്ഞത് പുളി കൂടാതിരിക്കാനാണ്.
ഫസ്റ്റ് ഇട്ട് വേവിച്ചാൽ അതിൻ്റെ ഒപ്പം കൂടിയിട്ട് പുളി കൊടുക്കും. ഇതാകുമ്പോൾ അങ്ങനെ മസാലയിൽ കിടന്ന് തീ കുറച്ച് വെച്ചിട്ട് മതി, സിമ്മിലിട്ടിട്ട് വേവിച്ചാൽ മതി കേട്ടോ. സ്വല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവുണ്ടായിരുന്നു, അപ്പോൾ സ്വല്പം കൂടി ഇട്ട് കൊടുക്കും. പിന്നെ നോക്കിയിട്ട് ഇടണം. ഇങ്ങനെ അമക്കി വെച്ചിട്ട് ലൈറ്റ് തീയിട്ടിട്ട് ഒന്ന് കുറച്ച് നേരം ഒന്ന് വേവിക്കാണ്. ഒരു 5 മിനിറ്റൊക്കെ മൂടി വെച്ച് നല്ല പാകമായിട്ട് നമ്മുടെ കറക്റ്റ് പാകത്തിനായി വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് പാത്രത്തിലേക്ക് പാർക്കാം. ഉണ്ടാക്കി കഴിഞ്ഞു. എല്ലാവരും വീട്ടിൽ ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഫീഡ്ബാക്ക് അറിയിക്കണേ. പിന്നെ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.